ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ 3 കപ്പങ്ങ ഒന്ന് മാറ്റി നട്ടു കൊടുക്കണം കേട്ടോ. തനിയെ മുളച്ച് വന്നതാ പറമ്പില്ല, അപ്പം അതൊന്ന് മാറ്റി നട്ടു കൊടുക്കാമെന്ന് ചോദിച്ചു. പിന്നെ അതേ മഴ പെയ്തിട്ട് ഇഷ്ടംമാതിരി മാവിൻ്റെ ഇല വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അധികം വെയിൽ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്കത് കത്തിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 വലിയ കുഴി എടുത്തിട്ട് ആദ്യം ഈ ഇലകളൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി മണ്ണ് ഇട്ടിട്ടാട്ടോ ഈ കപ്പങ്ങ നട്ടു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ചരിച്ചാണ് ഞാൻ നട്ടു കൊടുത്തത്. കാരണം ഇതിങ്ങനെ ചരിച്ചിടുമ്പോൾ അധികം പൊക്കം വെക്കാൻ തന്നെ അതിൽ കായ്ബലം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നട്ടു കൊടുത്തു. അപ്പോൾ ഞാൻ വീടിൻ്റെ ബാക്കിൽ ഇതേപോലെ നട്ടു കൊടുത്തിട്ട് ഇപ്പോൾ എൻ്റെ പൊക്കമായപ്പോഴേക്കും തന്നെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതേപോലെ ആയിട്ട് നട്ടു കൊടുത്തത്. ബാക്കി ചവറിങ്ങനെ വെയിലധികം കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പൊത പോലെ അടിച്ചു കൂട്ടി കൊടുത്തു കേട്ടോ. തടം പോലെ വെച്ച് കൊടുത്തു. ബാക്കിയുള്ള മണ്ണ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. കാരണം ഇവിടെ ചവറ് കത്തിച്ചിട്ട് ഒരുപാട് മണ്ണ് ഇങ്ങനെ കൂടിക്കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മണ്ണ് കുറച്ച് അപ്പുറത്തേക്ക് ചെടി നടന്നിടത്തേക്ക് എടുത്തിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറയണത് മൈസൂരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ ഈ ജമന്തിയുടെ തൈ എന്ന് പറയണത്. വിത്തായിട്ടോ കൊണ്ടുവന്നത്. ചെറിയ ചെറിയ ചുവന്ന പൂക്കളുണ്ടാവണ ജമന്തി ആട്ടോ. അപ്പോൾ ഇത് ഉണ്ടായി ഇതിൻ്റെ അറ്റം എത്തി. കാരണം തണ്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി കരിയാൻ തുടങ്ങി. എന്നാലും ഇതിൽ പൂവുണ്ടാവും. പക്ഷേ ഇനി അത് വെറുതെ നിർത്തിയിട്ട് കാര്യമില്ല, വെറുതെ വളം ഒഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയ തൈകൾക്ക് വേണ്ടിയിട്ട് വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തൈ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നട്ടു കൊടുക്കാമെന്ന് ചോദിച്ചപ്പം ഇത് മൊത്തം ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ ആ മണ്ണ് കൊണ്ടിട്ടിട്ട് ഇവിടേക്ക് നട്ടു കൊടുക്കാമെന്ന് വിചാരിക്കണം. കാരണം ഇവിടെ നല്ലോണം വെയിൽ കിട്ടും. അപ്പോൾ ജമന്തിക്കൊക്കെ നല്ല വെയിൽ വേണമല്ലോ, എന്നാലേ പൂവുണ്ടാവുള്ളൂ. പക്ഷേ ഇത് നല്ല പൊക്കത്തിൽ വന്നിട്ടാട്ടോ ഇതിൽ പൂവുണ്ടായേ. ഇങ്ങനെയാട്ടോ ഇതിൻ്റെ പൂവിരിക്കുക. ഇപ്പോഴും ഇതിൽ പൂവുണ്ട്, പക്ഷേ ഞാനത് പറിച്ച് കളയുകയാണ്. നല്ല ഭംഗിയാണ് ഈ പൂവുണ്ടാവും. ചെറിയ ചെറിയ പൂക്കളുണ്ടാവുക, പക്ഷേ നല്ല ഭംഗി, ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ഇവിടേക്ക് ആ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ടാങ്കിൻ്റെ പൊക്കത്ത് നമ്മൾ ഈ വിറകുകൾ ഉണക്കാൻ വേണ്ടി ഇടാറുണ്ട് വെയിലുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെയും കുറേ മണ്ണുകളൊക്കെ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ അടിച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ കിടക്കുന്ന മണ്ണൊക്കെ വാരിയിട്ട് നമ്മൾ ആ ജമന്തി നട്ടുകൊടുത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചവറൊക്കെ ഒന്ന് അടിച്ച് കൂട്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഉച്ചയായി. അപ്പോഴേക്കും ഇനി വെയിൽ വരണതുകൊണ്ട് ഞാൻ പിന്നെ പണി അവിടെ വെച്ച് നിർത്തി. അപ്പോൾ അടിച്ച് ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വൈകിട്ടൊന്ന് നമുക്കത് കത്തിച്ച് കൊടുക്കണം. പിന്നെ അപ്പുറത്തെ സൈഡിൽ പുല്ല് കുറച്ച് പറിക്കാനുണ്ട്. അപ്പോൾ ആ സൈഡിൽ ഞാൻ തുളസിയാണ് എപ്പോഴും നട്ടു കൊടുക്കാറ്. പിന്നെ ആ മണ്ണൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് ജമന്തിയുടെ തൈകളാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ നിറയെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഈ ഇലകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. പിന്നെ ഇവിടെയും കുറച്ച് പുല്ലുകൾ പറിക്കാണ്ട്. പിന്നെ പുല്ല് നമ്മൾ പറിച്ചാലും പുറത്തോട്ട് മുളച്ച് വരും. അപ്പോൾ ജസ്റ്റ് ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചിക്കണം. പിന്നെ ഈ ഇലകളൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ ജമന്തി നട്ടു കൊടുക്കണം.